ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗൾഫ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നിർണായക കടൽപാതയായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലേക്കാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക ഗതാഗത മാർഗങ്ങളിലൊന്നായ ഈ കടലിടുക്ക് തടസ്സപ്പെടുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ആഘാതം സൃഷ്ടിക്കാനിടയാകുന്ന സാഹചര്യമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ക്രൂഡ് ഓയിൽ കപ്പലുകളുടെ വലിയൊരു ശതമാനം ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇവിടെയുണ്ടാകുന്ന ഏത് സംഘർഷവും ആഗോള ചരക്ക് ഗതാഗതത്തെയും എണ്ണ വിപണിയെയും നേരിട്ട് ബാധിക്കും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം ശക്തമായതോടെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം ഗുരുതരമായ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങി. ഈ വ്യാപാരപാത ഇറാൻ ഭാഗികമായി നിയന്ത്രണത്തിലാക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തതോടെ നിരവധി അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറാകാതെയായി. ഇതോടെ ആഗോള ചരക്കു ഗതാഗതം മന്ദഗതിയിലായി. അന്താരാഷ്ട്ര എണ്ണവിലയിൽ വലിയ ചലനങ്ങൾ രേഖപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇറാനോട് ശക്തമായ മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുപൂട്ടുകയാണെങ്കിൽ അതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. മറുവശത്ത് ഇറാൻ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകൾ ഈ പാതയിൽ പ്രവേശിച്ചാൽ അവയെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് നൽകി. ഈ കടുത്ത വാഗ്വാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം താൽക്കാലികമായി നിലച്ച നിലയിലായി. എന്നാൽ ഈ കടുത്ത സംഘർഷ സാഹചര്യത്തിനിടയിലും ഇന്ത്യ ഒരു വലിയ നയതന്ത്ര നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പതാകയുള്ള 2 എണ്ണ ടാങ്കറുകൾ സുരക്ഷിതമായി സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടന്ന് മുന്നോട്ട് പോയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി. ഇന്ത്യയും ഇറാനും തമ്മിൽ വിദേശകാര്യമന്ത്രി തലത്തിൽ നടന്ന തുടർച്ചയായ നയതന്ത്ര ചർച്ചകളുടെ ഫലമായിട്ടാണ് ഈ യാത്ര സാധ്യമായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ എണ്ണ ടാങ്കറുകളായ പുഷ്പക്യും പരിമല്യുമാണ് ഈ നിർണായക യാത്ര വിജയകരമായി പൂർത്തിയാക്കിയത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ചതിനു ശേഷം യാതൊരു ഭീഷണിയുമില്ലാതെ ഹോർമൂസ് കടലെടുക്ക് കടക്കുന്ന ആദ്യ കപ്പലുകളാണ് ഇവയെന്നത് ശ്രദ്ധേയമാണ്. ക്രൂഡ് ഓയിൽ, ദ്രവീകൃത പ്രകൃതിവാതകം തുടങ്ങിയ ഊർജ്ജ വിഭവങ്ങളുടെ ഗതാഗതത്തിനായി ഈ പാത ഉപയോഗിക്കാൻ ഇന്ത്യക്ക് ഇറാൻ പ്രത്യേക അനുമതി നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന എണ്ണയും വാതകവും വലിയ തോതിൽ ഹോർമൂസ് കടലെടുക്ക് വഴിയാണ് എത്തുന്നത്. അതിനാൽ ഈ പാത ഇന്ത്യക്കായി തുറന്നു നൽകുന്നത് രാജ്യത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖല സ്ഥിരതയോടെ നിലനിർത്താൻ സഹായകരമാകും. കൂടുതൽ ഇന്ത്യൻ കപ്പലുകൾക്കും ഈ പാത ഉപയോഗിക്കാൻ ഇറാൻ അനുമതി നൽകാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ ഇന്ത്യയിൽ LPG ക്ഷാമമോ ഇന്ധന പ്രതിസന്ധിയോ ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. ഗൾഫ് മേഖലയിലും മറ്റു രാജ്യങ്ങളിലും നിന്ന് കൂടുതൽ എണ്ണയും പ്രകൃതിവാതകവും ഉടൻ രാജ്യത്തെത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ അതിന് ഹോർമൂസ് കടലെടുക്ക് തന്നെ ഉപയോഗപ്പെടുത്താനാകുമെന്ന കാര്യം അന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്ത്യക്ക് ഈ പാത തുറക്കാൻ സാധിച്ചതിനെ വലിയ നയതന്ത്ര വിജയമായി കണക്കാക്കുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി നടത്തിയ 3ാം ഘട്ട ചർച്ചയാണ് ഈ പുരോഗതിക്ക് വഴിവെച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2 രാജ്യങ്ങളും പരസ്പര താൽപര്യങ്ങൾ പരിഗണിച്ച് ഹോർമൂസ് പാതയിലൂടെ ഇന്ത്യൻ കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ ധാരണയിലെത്തിയതായും പറയുന്നു. അതേസമയം മറ്റു രാജ്യങ്ങളിലെ കപ്പലുകൾക്ക് ഇപ്പോഴും സുരക്ഷാ ഭീഷണി തുടരുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പ്, ഇസ്രായേൽ എന്നിവയുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് ഹോർമൂസ് പാതയിൽ വലിയ അപകട സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ കപ്പലുകൾക്ക് പിന്നാലെ കടലെടുക്ക് കടക്കാൻ ശ്രമിച്ച തായ്ലൻഡ് പതാകയുള്ള ഒരു ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടതായും വിവരം പുറത്തുവരുന്നുണ്ട്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഖലീഫ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട മയൂരി നരി എന്ന തായ് ചരക്ക് കപ്പലാണ് ആക്രമണത്തിനിരയായത്. സംഭവം റോയൽ തായ് നേവി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ആക്രമണത്തിന് ശേഷം കപ്പലിലുണ്ടായിരുന്ന 20 നാവികരെ റോയൽ നേവി ഓഫ് ഒമാൻ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനിടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മറ്റു നയതന്ത്ര നീക്കങ്ങളും പുരോഗമിക്കുകയാണ്. യുദ്ധ സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള സാധ്യതകൾ ഇന്ത്യ വീണ്ടും പരിശോധിച്ചു. റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി S ജയശങ്കർ നടത്തിയ സംഭാഷണത്തിൽ ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായ റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം ഫ്രാൻസ് വിദേശകാര്യമന്ത്രിയുമായും പ്രധാന യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും ഇന്ത്യ ചർച്ചകൾ നടത്തി. ഗൾഫ് മേഖലയിലെ സംഘർഷം ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിക്കാതിരിക്കാനും അന്താരാഷ്ട്ര വ്യാപാരങ്ങൾ സുരക്ഷിതമായി നിലനിർത്താനും സഹകരണം വർദ്ധിപ്പിക്കാനുമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. മൊത്തത്തിൽ നോക്കുമ്പോൾ ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഈ നയതന്ത്ര നേട്ടം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയും അന്താരാഷ്ട്ര രാഷ്ട്രീയ സ്വാധീനവും ശക്തിപ്പെടുത്തുന്ന നിർണായക മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.